മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്ന കമലാ ഹാരിസ് ശരിക്കും ആരാണ്? സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ, ഗർഭഛിദ്രം എന്നിവ പാപമാണെന്ന് വിശ്വസിക്കുന്ന മതവിഭാഗത്തിലോ പ്രസ്ഥാനങ്ങളിലോ അംഗമായിട്ടുള്ളവർക്ക് കോടതികളിലോ സർക്കാർ വകുപ്പുകളിലോ ജോലി കൊടുക്കരുത് എന്ന് പരസ്യമായി വാദിക്കുന്ന ആളാണ് കമലാ ഹാരിസ് എന്ന അമേരിക്കയിലെ ഡെമോക്രാറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. താൻ അധികാരത്തിലെത്തിയാൽ അബോർഷൻ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്ന് അവർ പരസ്യമായി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രസവ സമയം വരെ എപ്പോൾ വേണമെങ്കിലും അബോർഷൻ നടത്താം എന്ന വിശ്വാസം പുലർത്തുന്ന ആളാണ് കമല. താൻ അധികാരത്തിലെത്തിയാൽ അബോർഷൻ കൂടുതൽ എളുപ്പത്തിൽ നടത്താൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും അബോർഷന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ ഫെഡറൽ നിയമം കൊണ്ടുവരുമെന്നാണ് ആ വിഷയത്തിൽ അവർ പരസ്യമാക്കിയിട്ടുള്ള അവരുടെ നിലപാട്. പ്രീസ്റ്റ് ഫോർ ലൈഫ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ ഫ്രാങ്ക് പാവോൺ പറഞ്ഞത്, അബോർഷന് അനുകൂലമായി എത്രമാത്രം തീവ്ര നിലപാട് എടുക്കാമോ അത്രമാത്രം തീവ്രമാണ് കമലയുടെ നിലപാടെന്നാണ്. വിഫലമായ ഗർഭഛിദ്ര നടപടികളെ അതിജീവിച്ച് ജീവനോടെ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വൈദ്യസഹായം കൊടുക്കരുത് എന്ന പക്ഷത്തു നിന്നാണ് കഴിഞ്ഞ വർഷം അമേരിക്കൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു സുപ്രധാന ബില്ലിൽ അവർ വോട്ട് ചെയ്തത്. അബോർഷൻ ഭീമന്മാരായ പ്ലാന്റ് പേരന്റ്ഹുഡ് ഗർഭഛിദ്രം നടത്തപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ വിൽക്കുന്നു എന്ന് തെളിവ് സഹിതം ആരോപണം ഉയർന്നപ്പോൾ അക്കാലത്ത് കാലിഫോർണിയയിലെ അറ്റോർണി ജനറൽ ആയിരുന്ന കമലാ ഹാരിസ് പ്ലാന്റ് പേരന്റ്ഹുഡിനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, ആ കമ്പനിയുടെ വഴിവിട്ട നടപടികൾ പുറത്തു കൊണ്ടുവന്ന പത്രപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അമേരിക്കൻ സെനറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അവരെ പിന്താങ്ങിയവരിൽ പ്രമുഖർ പ്ലാന്റ് പേരന്റ്ഹുഡ് ആയിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തം പുരണ്ട ആ പണം വാങ്ങാൻ അവർക്ക് ഒരു മടിയുമില്ലായിരുന്നു എന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്ലാന്റ് പേരന്റ്ഹുഡ് എന്ന സംഘടനയുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നോമിനിയാണ് കമല എന്ന് അമേരിക്കയിലെ പ്രമുഖ പ്രൊലൈഫ് സംഘടനയായ ഓപ്പറേഷൻ റെസ്ക്യൂവിന്റെ പ്രസിഡന്റ് ട്രോയ് ന്യൂമാൻ അഭിപ്രായപ്പെട്ടതും ഈ അവസരത്തിൽ നാം കേൾക്കാതെ പോകരുത്. 2018 ഡൊണാൾഡ് ട്രംപ് ജുഡീഷ്യറിയിലേക്ക് നോമിനേറ്റ് ചെയ്ത നെബ്രാസ്ക എന്ന വ്യക്തിയെ കമല എതിർക്കാൻ കാരണമായത് അദ്ദേഹം നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന കത്തോലിക്ക സംഘടനയിൽ അംഗമായിരുന്നു എന്നതും പ്രോലൈഫ് പ്രവർത്തകൻ ആയിരുന്നു എന്നതുമാണ്. ചൈനയിലെ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ നയത്തെ വിമർശിച്ചുകൊണ്ട് ചൈന 1 ദശലക്ഷം മുസ്ലിങ്ങളെ ക്യാമ്പിലാക്കി പീഡിപ്പിക്കുന്നു എന്ന് വിമർശിച്ച കമല, അതേസമയം ചൈനയിൽ പീഡിപ്പിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ക്രൈസ്തവരെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. കാശ്മീർ വിഷയങ്ങളിലടക്കം പല വിഷയങ്ങളിലും ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള കമലാ ഹാരിസിനെ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ സന്തോഷത്തോടെ വരവേൽക്കുമ്പോൾ അവർ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ട്രംപിന്റെ എതിരാളി സ്വന്തം രാജ്യത്തിന് എതിരാണെങ്കിലും അവരെ പിന്തുണയ്ക്കുമെന്ന നിലപാടല്ലേ പല ഇന്ത്യൻ മാധ്യമങ്ങളും അതുവഴി പ്രകടിപ്പിക്കുന്നത്? അമേരിക്കയുടെ രാഷ്ട്രപിതാക്കന്മാരെല്ലാം വർഗീയവാദികളും അടിമക്കച്ചവടക്കാരുമാണെന്ന് വ്യാജ ആരോപണം ഉന്നയിക്കുന്ന കമലാ ഹാരിസിന്റെ ജമൈക്കയിലുള്ള കുടുംബത്തിന്റെ മുൻ തലമുറയിൽ ഹാമിൽട്ടൺ ബ്രൗൺ എന്നൊരു വലിയ അടിമക്കച്ചവടക്കാരനുണ്ടായിരുന്നു എന്നത് മറ്റൊരു രസകരമായ വസ്തുത. ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് പോലെ കമലാ ഹാരിസ് വർഗീയവാദത്തിന്റെ ഇരയല്ലായിരുന്നു, മറിച്ച് ഉപഭോക്താവായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.